ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ല കേട്ടോ കാണിക്കുന്നത്. ഇന്ന് എൻ്റെ മകള് ഫോൺ കേസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതിലൊരു ട്രാൻസ്പെറൻറ്റ് ഫോൺ കേസ് വേണം. പിന്നെ A4 സൈസ് പേപ്പറാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാം. പക്ഷേ അതിന് കട്ടി കൂടുതലായതുകൊണ്ട് അത് ഫിറ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ കളർ പെൻസിൽ, വാട്ടർ കളർ, സ്കെച്ച് പെൻ ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. ഫസ്റ്റ് ഈ ട്രാൻസ്പെറൻറ്റ് ഫോൺ കേസിൻ്റെ ഒരു ഔട്ട്ലൈൻ A4 സൈസ് പേപ്പറിൽ വരയ്ക്കുമ്പോൾ പോയിൻറ്റഡ് ആയിട്ടുള്ള പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നതാണ് നല്ലത്. അതിലൊന്ന് ചെരിച്ച് പിടിച്ച് വരയ്ക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് പേപ്പർ ഉള്ളിൽ ഫിറ്റ് ആവില്ല. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ അതിൽ വരയ്ക്കാം. ഗൂഗിളിൽ നോക്കിയിട്ട് ഇഷ്ടമുള്ള ഡിസൈൻ എന്താ വെച്ച് സെർച്ച് ചെയ്ത് അതിന് ട്രേസ് ചെയ്ത് വരയ്ക്കാം. ഞാൻ ഫസ്റ്റ് വാട്ടർ കളർ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിന് ഞാൻ ഗൂഗിളിൽ നിന്ന് തന്നെ കണ്ടിട്ടുള്ള ഒരു ഫോട്ടോ വെറുതെ വരയ്ക്കുകയാണ്. ഞാൻ അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ട്രേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഡാർക്കാക്കി ഒന്ന് കുറച്ച് ഫീച്ചേഴ്സൊക്കെ കൊടുത്ത് ഒന്ന് വൃത്തിയായിട്ട് വരയ്ക്കാം. ഔട്ട്ലൈൻ ഏകദേശം വരച്ചു കഴിഞ്ഞു. ഇനി പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്, പെയിൻറ്റ് ബ്രഷും. ഞാൻ വാട്ടർ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഫസ്റ്റ് ഞാൻ ലൈറ്റായിട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ കൂടെ കുറച്ച് ഡാർക്കായി കൊടുക്കുന്നുണ്ട്. ഞാൻ ലൈറ്റായിട്ട് ആദ്യം ചെയ്ത് നോക്കിയത്, പക്ഷേ അത് അധികം അട്രാക്റ്റീവ് ആവില്ല എന്ന് തോന്നിയപ്പോൾ കുറച്ച് ഡാർക്കാക്കി. പെയിൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, A4 സൈസ് പേപ്പർ ആയതുകൊണ്ട് പേപ്പർ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാം, പക്ഷേ ഏറ്റവും നല്ലത് A4 തന്നെ. പക്ഷെ അത് കീറിപ്പോകാണ്ടിരിക്കാൻ നോക്കണം. വീണ്ടും അതിൻ്റെ മേലെ കൂടെ പെയിൻറ്റ് ചെയ്താൽ ചിലപ്പോൾ കീറിപ്പോകും. ഞാൻ ഒരു പ്രാവശ്യം പെയിൻറ്റ് ചെയ്തു, പക്ഷേ അത് ഭയങ്കര ലൈറ്റായിപ്പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഡാർക്കായിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. പെയിൻറ്റ് ചെയ്യുമ്പോഴും കളർ ചെയ്യുമ്പോഴും ആ ഔട്ട്ലൈനിൻ്റെ പുറത്തേക്ക് പോയാലൊന്നും കുഴപ്പമില്ല, അതൊക്കെ കട്ട് ചെയ്ത് പോകും. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ഉണങ്ങിയതിന് ശേഷം ഞാൻ എഴുതിയതിൻ്റെ മേലെ മാർക്കർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഔട്ട്ലൈനൊക്കെ കൊടുത്ത് ഞാൻ കളർ ചെയ്യുന്നുണ്ട്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ഒരു കളർ മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷെ കളർഫുൾ ആകുമ്പോൾ സ്കെച്ച് പെൻ വെച്ചിട്ട് അല്ലെങ്കിൽ പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ചെയ്താലും ഭംഗിയുണ്ടാവും. എപ്പോഴും ഒരു ഔട്ട്ലൈൻ ബ്ലാക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗിയുണ്ടാവും. പിന്നെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അവർക്ക് ചെയ്യാതായിരിക്കും നല്ലത്. വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല ഇത് ചെയ്യാൻ, ട്രേസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. വരയ്ക്കാനും പെയിൻറ്റ് ചെയ്യാനൊക്കെ എളുപ്പമുള്ള ഏതെങ്കിലും പിക്ചർ ഗൂഗിൾ ചെയ്തിട്ട് ട്രേസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പെൻസിലുകൊണ്ട് വരച്ചതൊന്ന് റബ്ബ് ചെയ്ത് കളയുന്നുണ്ട്, പുറത്തേക്ക് കാണുന്നത്. ഇതിൻ്റെ വർക്ക് അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. ഞാൻ വേറെ ഒരെണ്ണം സ്കെച്ച് പെൻ വെച്ച് ചെയ്യുന്നുണ്ട്. അതിന് ട്രാൻസ്പെറൻറ്റ് കേസിൻ്റെ ഔട്ട്ലൈൻ A4 സൈസ് പേപ്പറിൽ എടുക്കുക. ഞാനത് കളർഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് വരയ്ക്കുക ചെയ്തത്. ഇഷ്ടമുള്ള പാറ്റേൺ വരച്ചതിന് ശേഷം അതിന് കളേഴ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റിങ് കളേഴ്സൊക്കെ കൊടുക്കുക. ഇത് ചെറിയ ചെറിയ ബോക്സസും സർക്കിളൊക്കെ ആയതുകൊണ്ട് സ്കെച്ച് പെൻ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് കളർ പെൻസിലും പെയിൻറ്റിങ് തന്നെയാണ്. ഇഷ്ടമുള്ള കളറിൽ ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡ്രസ്സിനനുസരിച്ചിട്ടൊക്കെ മാറ്റിയിടാം. സ്കെച്ച് പെൻ കൊണ്ട് ഞങ്ങൾക്ക് ഫുൾ കളർ ചെയ്ത് കഴിഞ്ഞു. ഇത് കളർ പെൻസിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേനെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ബ്ലാക്ക് ജെൽ പെൻ കൊണ്ട് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ജെൽ പെൻ കൊണ്ട് ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി കളേഴ്സൊക്കെ നല്ല എടുത്ത് കാണിക്കും, നല്ല ഭംഗിയുണ്ടാവും. നിങ്ങൾക്ക് ആദ്യം തന്നെ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നതിന് പകരം ജെൽ പെന്നുകൊണ്ട് ബ്ലാക്ക് പെന്നുകൊണ്ട് തന്നെ വരയ്ക്കാം.
അപ്പോൾ കുറച്ച് പണി കുറയും. ഇതാകുമ്പോൾ 2 പ്രാവശ്യം വരയ്ക്കേണ്ടി വരും. വരച്ചതിന് ശേഷം ഞാനിത് കറക്റ്റ് അതിൻ്റെ ഔട്ട്ലൈൻ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ക്യാമറയുടെയും സെൻസറിൻ്റെ ഒക്കെ ഹോൾസ് ഞാൻ കട്ട് ചെയ്തെടുക്കണം. ചെറിയ സിസേഴ്സ് കൊണ്ട് സെൻറ്ററിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ബ്ലേഡ് ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. ഔട്ട്ലൈൻ വരച്ച് ശരിയായില്ലെങ്കിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സൈഡിൽ നിന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പേപ്പർ ആ ട്രാൻസ്പെറൻറ്റ് കേസിൻ്റെ ഉള്ളിൽ വെച്ച് അതിൻ്റെ മേലെ ഫോൺ വെക്കാം. ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേസാണ്. ചാർട്ട് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.